വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേർന്നു. ഹരികൃഷ്ണൻ, കുറേ നേരമായി തിരച്ചിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. തിരച്ചിൽ ദുഷ്കരമാക്കുന്ന നിരവധി ഘടകങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യം തന്നെയായിരിക്കണം ഏറ്റവും വലിയ പ്രതിബന്ധം, അല്ലേ? അതെ, ഉറപ്പായിട്ടും. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം എത്രത്തോളം മാലിന്യം ഈ തോട്ടിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ആ മനുഷ്യൻ ജോയി എന്നൊരാൾ ഇവിടേക്ക് ഇറങ്ങുന്നത്. ആ സമയത്താണ് അദ്ദേഹം അപകടത്തിൽപ്പെടുന്നത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ആകുന്നു അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലും സ്കൂബ ടീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു രക്ഷാപ്രവർത്തനം അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മാലിന്യം തന്നെയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഒരു ഭാഗത്ത് മാലിന്യങ്ങൾ ഇതാ കുന്നുകൂടി കിടപ്പുണ്ട്. അവിടെ ഫെൻസിങ് പോലൊരു ഇത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് മാലിന്യം പോകില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്ക് ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്ത് കണ്ടാൽ അറിയാം, അവിടെ ആ മതിലിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ മാലിന്യം കൂടിക്കിടക്കുകയാണ്. മാത്രമല്ല അവർ നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ ചെളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ടയാൾ ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാവുക ഒന്നുകിൽ ഈ ചെളിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പൊതഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഈ മാലിന്യത്തിൽ എവിടെയെങ്കിലും അദ്ദേഹം കുരുങ്ങിയിരിപ്പുണ്ടാവണം. ഇത് രണ്ടെങ്കിൽ ഏതെങ്കിലും ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല ഇവിടെ സ്ഥിരമായി നിൽക്കുന്ന പലരോടും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്, ആ ദൃശ്യങ്ങൾ കാണുന്ന ആ ഭാഗം, ആ മതിൽ കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് റെയിൽവേ പ്ലാറ്റ്ഫോമാണ്, പിന്നെ റെയിൽവേ ട്രാക്കാണ്, പിന്നെ ഈ ആമയിഞ്ചാൻ തോട് ചെന്ന് കയറുന്നത് അടുത്ത ഭാഗത്താണ്. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഇത് ഒഴുകി പോകുന്നത്. അപ്പോൾ ഒരു ആശങ്ക, ഇവിടെ വീണ് അപകടത്തിൽപ്പെടുന്നയാൾ ഈ ഒഴുക്കുകൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുകൂടി അകത്തേക്ക് പോകുമോ, അതായത് റെയിൽവേ ട്രാക്കിൻ്റെ അടിയിലുള്ള ആ ഭാഗത്തുകൂടി പോകുമോ, അകപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അത് പലരോടും ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത്രയും മാലിന്യം അവിടെ ഡംപ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കിടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അപകടത്തിൽപ്പെട്ടാൽ അതിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കുരുങ്ങിക്കിടക്കാനാണ് സാധ്യത എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഏറെ നേരമായി ആ പരിസരത്തൊക്കെ നോക്കുന്നുണ്ട് ഫയർഫോഴ്സ്. അവർ പരമാവധി വെള്ളത്തിന് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്ത്, ഈ മുകൾ ഭാഗത്ത് മാത്രം ഈ പ്ലാസ്റ്റിക് മാലിന്യം വന്ന് അടിഞ്ഞിരിക്കുന്നതല്ല, അടിയിലേക്കും വലിയൊരു കൂറ്റൻ മല പോലെ തന്നെ ഈ മാലിന്യം കിടപ്പുണ്ട്. ഇവിടെ നിന്നും പിന്നീട് അങ്ങോട്ട് റെയിൽവേ ട്രാക്കിന് അടിഭാഗത്തുകൂടി ഒരു ടണലാണ് പോകുന്നത്. ആ ടണൽ പോലെയുള്ള ഭാഗത്തും ഇതുപോലെ മാലിന്യം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ദുർഘടമാവുമോ എന്നൊരാശങ്കയുണ്ടല്ലേ? ദുർഘടമാകും. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ സംസാരിച്ച ഇവിടുത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ ഗോപി എന്നൊരാൾ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ, ഈ പറയുന്ന ഭാഗത്ത്, ആ ടണൽ പോലുള്ള ഭാഗത്തൊക്കെ മാലിന്യം വന്ന് ഡംപ് ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അദ്ദേഹം കുടുങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ രക്ഷാപ്രവർത്തകർക്ക് അത് വലിയ വെല്ലുവിളിയാണ്. അത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കും. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് പോയി അദ്ദേഹത്തെ രക്ഷിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഇപ്പോഴും ഒഴുക്കുണ്ട്. എനിക്ക് ഇവിടെ നിന്നാൽ കാണാം, ഈ ക്യാമറയൊക്കെ വച്ചിരിക്കുന്ന അതിൻ്റെ ഭാഗത്ത്, ആ റോഡിൻ്റെ അടിയിൽ, ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ എനിക്ക് കാണാം വെള്ളം നല്ല രീതിയിൽ. എനിക്കൊന്ന് അടിയൊഴുക്ക് നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിലായി വെള്ളത്തിനടിയിലേക്ക് പോകുന്നവർ എത്രത്തോളം വെല്ലുവിളികൾ ഉണ്ട് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. സ്കൂബ ടീമിൻ്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായി നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അതുതന്നെയാണ് വലിയ ആശങ്ക ഉണ്ടെങ്കിലും അപ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല. എല്ലാവരും അങ്ങനെ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരം അങ്ങനെ മുൾമുനയിൽ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് രക്ഷിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഏതൊക്കെ സംഘങ്ങളാണ് ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുന്നത്? ആരൊക്കെയാണ് സ്ഥലത്തുള്ളത്? ഹരീഷൻ, കേൾക്കുന്നുണ്ടോ? ഏതൊക്കെ സംഘങ്ങളാണ് അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ഫയർഫോഴ്സും ഒപ്പം തന്നെ സ്കൂബ ടീമും പിന്നെ തന്നെ നഗരസഭയുടെ അതായത് ഫയർഫോഴ്സും ഒപ്പം തന്നെ സ്കൂബ ടീമും അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ ഭാഗത്തിറങ്ങി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കുറച്ചു നേരത്തെ നഗരസഭയുടെ ചില ജീവനക്കാർ ഇവിടെ വന്നിരുന്നു. അവർ വന്ന്, അതായത് അവരുടെ ശുചീകരണ തൊഴിലാളികളാണ്, അവർ വന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ജോയിയുടെ കൂടെ ഉണ്ടായിരുന്ന 1-2 തൊഴിലാളികൾ കൂടിയുണ്ട്. അവർ ഈ ഫയർഫോഴ്സിന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എവിടെയാണ്, എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് വീണത് എന്നുള്ള ഭാഗങ്ങൾ. കാരണം ചിലർ സംസാരിച്ച സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത്, അതായത് ഈ ഇടയ്ക്ക് വെള്ളം, ഈ മഴ നല്ല രീതിയിൽ പെയ്തിരുന്നു, ആ ഭാഗത്ത് വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ജോയി എന്ന് പറയുന്ന ആളിനോട് കരയിലോട്ട് കയറുന്ന കാര്യം ആരോ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അദ്ദേഹം ഇനി എത്തുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം അപകടത്തിൽപ്പെടുകയാണ് ഉണ്ടായത്.
അങ്ങനെയാണെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് അദ്ദേഹം വഴുതി വീണത് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, ഈ ജോയി എന്ന ആളിന്റെ ഒപ്പമുണ്ടായിരുന്നയാള്. മാത്രമല്ല ആ ഭാഗത്തൊക്കെ അവർ എനിക്ക് തോന്നുന്നു മുങ്ങിത്തപ്പി. ഈ സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ അവർ പലരുടെ സഹായത്താൽ അവർ വെള്ളത്തിനടിയിലേക്ക് പോയി പലതവണ നോക്കി. പക്ഷെ അപ്പോഴും ആ മാലിന്യങ്ങളാണെന്ന് തോന്നുന്നു അവർക്ക് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. മാലിന്യങ്ങൾ മാറ്റി എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ആണ് വെല്ലുവിളി. മാത്രമല്ല ഇവിടെ ചിലർ പറയുന്നുണ്ട് ഒരാഴ്ചയോളമായി ഇതിന്റെ ക്ലീനിങ് ഒക്കെ, അതായത് ശുചീകരണമൊക്കെ നടക്കുന്നുണ്ട്, എത്രയോ ലോഡ് മാലിന്യം ഇവിടുന്ന് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയോ ലോഡ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം കിടക്കുന്നത് എത്രയോ ലോഡാണ് എന്നുള്ളതാണ് മനസ്സിലാവാൻ കഴിയാത്തത്. അപ്പോൾ എത്രത്തോളം വൈകിയായിരിക്കണം ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണം പല സ്ഥലങ്ങളിലും നടത്തിയെന്ന് പറയുന്നു. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇത്രയും കൂമ്പാരമായി മാലിന്യം ഇവിടെ കിടക്കണമെങ്കിൽ എത്ര കാലത്തോളമായി അത് വൃത്തിയാക്കിയിട്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്, അല്ലേ? ഉറപ്പായിട്ടും മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയെന്ന് ഇതിനു മുമ്പും തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടൊക്കെ വന്ന സമയത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യും. പ്രത്യേകിച്ച് ആമയഞ്ചാൻ തോട്, പാർവതി പുത്തനാറ് ഇതൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ പലരും ഇവിടെ വന്നിട്ടുണ്ട്, ചെയ്തു എന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ വെള്ളക്കെട്ടും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഈ സംഭവം നടന്നതിനൊരു എനിക്ക് തോന്നുന്നു ഒരു 20 മീറ്റർ തൊട്ടപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡാണ്.